അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിങ്ങളതിൻ്റെ മുഖം എന്താ നല്ല പോലെ തുടച്ചും കൂടെ കാണിച്ചു. അപ്പം എനിക്കിത് എന്തോരം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കൊതി വരികയാണ് കേട്ടോ എൻ്റെ മുഖം കണ്ടിട്ട്. സ്കിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും അടിപൊളി സ്കിൻ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം വരികയാണ് ഇത് കാണുമ്പോഴത്തേനും. അത്രയും നല്ല അടിപൊളി റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കുറച്ച് മിനിറ്റുകൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഇപ്പോൾ കർക്കിടകമൊക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ കർക്കിടകമൊക്കെ തുടങ്ങിയിട്ട് ഞാനും കർക്കിടക കുളിയൊക്കെ തുടങ്ങി. മീൻസ് കർക്കിടകമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനും ഒന്ന് തലയിലൊക്കെ നിറച്ച് എണ്ണയൊക്കെ വെച്ച് കുളിച്ചു. അപ്പോൾ എണ്ണ വെച്ചുകൊണ്ടാണ് ഞാൻ കണ്ടില്ല, തലയൊക്കെ നല്ല അടിച്ച് പരത്തിയ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ആലോചിക്കുന്നുണ്ട് എന്താ ഇവളുടെ മുഖം ഇങ്ങനെ മുട്ട പോലെ ഇരിക്കണതല്ലേ. അപ്പോൾ എണ്ണ വെച്ച് കുളിച്ച് മുടിക്ക് ചീ വെച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോലെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മുടെ ഓയിൽ സ്കിന്നാണ്. അപ്പോൾ മുഖത്ത് ഭയങ്കര ഓയിലായിരിക്കും. എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്താലും ഒരു ഇച്ചിരിയൊക്കെ മാറ്റം വരുന്നതല്ലാണ്ട് വലിയ മാറ്റമൊന്നും വരാറില്ല. ഫേസ് വാഷുകൾ ചില ഫേസ് ക്രീമുകളൊക്കെ നമ്മൾ ഈ ഓയിൽ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോലും വലിയ റിസൾട്ടോ വലിയ മാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഓൾ ടൈപ്പ് സ്കിൻ കേട്ടോ, ഏത് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ ചെറിയ ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദ്യരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ആയുർവേദത്തിൻ്റെ എൻ്റെ കൈയുടെയും കാലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ പുള്ളി ആ ഒരു വൈദ്യരെ എനിക്ക് പറഞ്ഞു തന്നൊരു ചെറിയ ടിപ്പാണ്. അപ്പോൾ ഞാൻ അന്ന് കുറച്ചിപ്പോൾ പോയിട്ട് ഒരു മാസത്തിന് അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ച സാധനമായിരുന്നു, പക്ഷേ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം പുള്ളി കണ്ടത് എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ മോളെ ഇഷ്ടം പോലെ നല്ല രീതിക്ക് എണ്ണയാണല്ലോ മുഖത്ത്, ഓയിലാണല്ലോ, ഓയിൽ സ്കിൻ ആണല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നത്. കാരണം ഇവിടുന്ന് വീടിൻ്റെ മുറ്റത്ത് നിന്ന് റോഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഓയിൽ വരും. ആ ഒരു രീതിയിലുള്ള ഫേസാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഭയങ്കര എണ്ണവർക്ക് ഒരു ടിഷ്യൂ എടുത്ത് തുടച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുഖത്ത് നിന്ന് വരുന്ന ആ ഒരു ഓയിൽ. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്ന ടിപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചത് ഓയിലി സ്കിന്നുകാർക്ക് മാത്രമാണോ അതോ ഏതൊക്കെ സ്കിന്നിന് പറ്റും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ മുഖത്ത് പിമ്പിൾസ് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഈ ഓയിലൊക്കെ അടിയുന്നത് കൊണ്ടും ചെളിയും പൊടിമണ്ണും പൊടി പടലങ്ങളൊക്കെ അടിയുന്നത് കൊണ്ടൊക്കെയാണ്. ചെളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടച്ചെളി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ അടിയുന്നതുകൊണ്ടാണ് പലർക്കും പിമ്പിൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവർക്ക് വരെ ഇത് യൂസ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിപ്പോൾ ഒന്നര ആഴ്ചയോളം ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ സാധനം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ സാധനം. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരം എന്നൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ എന്തോ കഴിക്കാനുള്ള സാധനമാണ്, ഉള്ളിലേക്ക് കഴിക്കാനുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ ഞാൻ ഇരുന്നത്. ഇപ്പോൾ 50 ഗ്രാമാണ് കേട്ടോ. 50 ഗ്രാമിന് 40 രൂപയാണ് കേട്ടോ ഇരട്ടി മധുരം. ഈ ഒരു സാധനമാണ് പുള്ളി എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. ഇത് യൂസ് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ മുഖത്തെ ആ ഒരു ഇരുളിമയൊക്കെ കുറഞ്ഞിട്ട് ഇച്ചിരി ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് പറയുന്നത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു കറുപ്പുണ്ടല്ലോ, കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന കറുപ്പ് അതിപ്പോൾ എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. ഒരു നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ഒരു ടാനൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനായിട്ടും ആ ഒരു ഇരുളിമ അതൊക്കെ പറയാൻ എനിക്ക് എൻ്റെ വേറെ എനിക്ക് കിട്ടണില്ല കേട്ടോ. അപ്പം ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഒരു നല്ല ബ്രൈറ്റ് ആവാനായിട്ട് അടിപൊളിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2 നേരമൊക്കെ ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യണം. അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൊടി കാണിച്ചത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൊടി കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൾത്താനി മെട്ടിയുടെ ഒക്കെ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഡ്രൈ ആയ ശേഷം നമ്മൾ വാഷ് ചെയ്യണം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യില്ലേ, അത് കണക്കെ നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് ഡ്രൈ ആക്കിയ ശേഷം വാഷ് ചെയ്യും, അത് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു തന്നെ എനിക്ക് ഓയിൽ സ്കിൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്, നോർമൽ വാട്ടറിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. എന്ത് ഒരു സാധനമാണെങ്കിലും നമ്മൾ ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാതെ നമ്മൾ ഇതേപോലെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തേക്കണം. അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് മുഖം നനച്ച ശേഷം കുറച്ച് കയ്യിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, ഇത്രത്തോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഞാനിത് യൂസ് ചെയ്യണ കറക്റ്റ് ഇങ്ങനെയല്ല, ഞാൻ നമ്മുടെ പൈപ്പിൻ്റെ അടുത്ത് പോയി മുഖം നനയ്ക്കുന്നു, കുറച്ച് കയ്യിലെടുക്കുന്നു, മുഖത്തോട്ട് തേക്കുന്നു, മുഖം തേച്ച് കഴുകുന്നു, ഇത്രയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങൾക്കത് എന്താണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു പരുവത്തിൽ ഇതിപ്പോൾ ഒന്ന് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ വാട്ടറാണ്, ഒരു ക്രീമി കൺസിസ്റ്റൻസി അല്ല, നമ്മുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലാത്ത ഒരു രീതിയിൽ കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ മുഖം ഒന്ന് നനച്ച ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ മുഖത്തെ. നല്ല ഓയിലിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഓയിലായിരുന്നേ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ പോണതിന് മുമ്പ് ഇത് തേച്ചൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ശേഷമാണ് കേട്ടോ
ഞാൻ ഒരുങ്ങി പോണത്. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പോയി വന്ന് കഴിഞ്ഞും ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. കംപ്ലീറ്റ്ലി ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം വെള്ളം നനച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷ് പോലും യൂസ് ചെയ്യത്തില്ല കേട്ടോ. അത് ഈ ഒരു സാധനം യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ പിമ്പിൾസൊക്കെ മാറാനും നിങ്ങൾ പിമ്പിൾസ് ഉണ്ടാവാതിരിക്കാനും നമ്മുടെ മുഖം ക്ലീൻ ആവാനൊക്കെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ. ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ കേസത്. ഒരു നമ്മുടെ കറുവാപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് ഇല്ല, അതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിലല്ലാതെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എനിക്കത് നോക്കാൻ നന്നായിട്ട് നമ്മളൊന്ന് നല്ല പോലെ ഫേസ് വാഷ് ഇട്ട് നമ്മൾ മസാജ് ചെയ്ത് കഴുകുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളം നനച്ചിട്ടും ഇതേപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചുണ്ടൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ കഴുകാട്ടോ. നമ്മുടെ ലിപ്പൊക്കെ നമുക്ക് നല്ല പോലെ കഴുകാട്ടോ. അതിൻ്റെ കണ്ണിൻ്റെ അടി നിങ്ങൾ നോക്കണം കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര കറുപ്പായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയോണ്ട് കണ്ണടി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. 2-3 മിനിറ്റോളം നമ്മളിതൊന്ന് നമ്മുടെ കണ്ണിന് ചുറ്റും നമുക്ക് നെക്കിലും കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ മുഖം തേച്ച് കഴുകിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം കേട്ടോ. നമ്മൾ സോപ്പും ഫേസ് വാഷൊക്കെ ഇട്ട് നമ്മൾ കഴുകിയില്ലേ, അതേപോലെ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് നോർമൽ വാട്ടറിൽ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ ഡ്രൈ ഒന്നും ആക്കുന്നില്ല. ഞാനിപ്പോൾ നല്ല പോലെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈ ആക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ആക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതെന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് പോയി വരാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ മുഖം വാഷ് ചെയ്തിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് തന്നെ മനസ്സിലാവും. നോക്കാൻ മതി കേട്ടോ. മുഖം എൻ്റെ ഒരു ഫേസും കണ്ണിൻ്റെ അടിയിലും മുഖം കംപ്ലീറ്റ് നിങ്ങൾ നോക്കണം കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എനിക്കെൻ്റെ കാണാൻ ഭയങ്കര സന്തോഷം കേട്ടോ. ആ ഒരു അഴുക്കും എണ്ണമയോ ഒക്കെ മാറി നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. ഇനി ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്തിന് ആ ഒരു ഓയിൽ നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടാൻ നല്ലതാണ്. നമ്മുടെ മുഖം ക്ലീൻ ആവാൻ നല്ലതാണ്. പുതിയ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ ഒരു അടിപൊളിയാണ് കേട്ടോ. പിമ്പിൾസൊക്കെ ഒന്ന് കുറയാനും പിമ്പിൾസ് വരാതിരിക്കാനും ഓയിലൊക്കെ കാരണമാണ് കൂടുതൽ പേരുടെയും പൊടിവെള്ളങ്ങൾ അടിക്കുന്നതുകൊണ്ടൊക്കെയാണ് കൂടുതൽ പേർക്ക് ഓയിൽ കാരണമാണ് ഈ ഒരു പിമ്പിൾസൊക്കെ വന്നത്. ഇപ്പം എൻ്റെ മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ് നിങ്ങൾ നോക്കിയോ, കുറച്ച് മുമ്പ് കണ്ട പോലെയാണോ? നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഓയിലൊക്കെ പോയിട്ട് നല്ല ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം കേട്ടോ. നല്ല ഇത് തുടയ്ക്കുമ്പോൾ നിങ്ങൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ നല്ല സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് സ്കിന്നാവും കേട്ടോ. കണ്ടിട്ട് എനിക്ക് എല്ലാ തല പഠിച്ചില്ലാനായിട്ട് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. സ്കിന്ന് നല്ല പക്ക പെർഫെക്റ്റ് ആവാനായിട്ട് ഇരട്ടി മധുരം സെറ്റ് സാധനമാണ് കേട്ടോ. ഞാനത് മേടിച്ചപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-1.5 ആഴ്ചയ്ക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നല്ല റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അടിയിൽ വന്നിട്ട് തന്നെ ചെയ്ത് വിളിക്കും. അപ്പോൾ ഞാൻ നല്ല റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാ ഓയിലൊക്കെ എവിടെ പോയെന്ന് എനിക്കെന്താ അറിയില്ല കേട്ടോ. പമ്പ കടന്ന് എവിടെയോ പോയിട്ടുണ്ട്. ഇത് നമ്മളിത് ഇട്ട് ഒന്ന് മുഖം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുക, പൗഡറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല വെട്ടി തിളങ്ങി നിൽക്കും കേട്ടോ. നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞിട്ടും ഈ ഒരു സെയിം പരിപാടി ചെയ്യാട്ടോ. നമ്മുടെ മുഖം നല്ല ക്ലീൻ ആക്കി കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ ക്രീമിൻ്റെ ഇതിൻ്റെ ആ ഫേസ് വാഷിൻ്റെ ഈ ഫേസ് വാഷിൻ്റെ ഒക്കെ പുറകെ നടക്കണേലും നല്ല സെറ്റാണ്. ഞാനിപ്പോൾ നിങ്ങളതിൻ്റെ മുഖം നല്ല പോലെ തുടച്ചും കൂടെ കാണിച്ച് ഫിൽറ്ററും അല്ല കേട്ടോ. അത് നോക്കുക. ഫിൽറ്റർ ആണെങ്കിൽ നമുക്ക് ലിപ്പിൻ്റെ ഇവിടെ ആ ഒരു സെറ്റപ്പ് വരുമല്ലോ. ഫിൽറ്ററും അല്ല, ഇതിൻ്റെ ഒറിജിനൽ ക്യാമറയാണ് കേട്ടോ. അപ്പം എനിക്കിത് എന്തോരം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം നല്ല ബ്രൈറ്റ് ഇത്രയും നേരം എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലും നല്ല രീതിയിൽ തെളിച്ചം വന്നിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊതി വരികയാണ് കേട്ടോ എൻ്റെ മുഖം കണ്ടിട്ട്. സ്കിന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടിപൊളി സ്കിൻ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം വരികയാണ് ഇത് കാണുമ്പോഴത്തേനും. അത്രയും നല്ല അടിപൊളി റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. കുറച്ച് മിനിറ്റുകൾ കൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചു തന്നെ. നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിക്കട്ടെ. വെറും 40 രൂപയുള്ളൂ 50 ഗ്രാമിന്.
ഒരു 3-4 പാക്കറ്റ് വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. അത് അടിപൊളി സാധനമാണ് കേട്ടോ, സെറ്റ് സാധനമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയാണ്ട് നിങ്ങൾ ആദ്യം ഒരു പാക്കറ്റ് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർ ഒട്ടും പേടിക്കേണ്ട, നമുക്ക് കണ്ണും കൂട്ടി യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സെൻസിറ്റീവും ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കുമാണ് മിക്ക പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കിന്നുകാർക്കാണെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തന്നേക്കണം. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പച്ചത്തൊരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ വരാം കേട്ടോ. അപ്പോൾ അത്ര കേട്ടോ, ബൈ.